കണ്ണസ്രാവ് 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 500 രൂപ 500 രൂപ അതാ ഗ്യാരണ്ടി മുറിച്ചിട്ട് നമ്മുടെ ചായശ്ശേരിക്ക് മാത്രം സ്പെഷ്യലാട്ടോ ചായശ്ശേരിക്ക് മാത്രമല്ല വരെ 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 കാക്കത്തരുന്ന് ഇതാ 9 സ്രാവ് ഉണ്ട് വരെ അവല് 800 രൂപ ഇത് വറ്റ അവല് എണ്ണോ ഇത് വറ്റ ഏട്ടാ ഏട്ടാ ഏതാ വലിയ ഏട്ടാ നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങളുടെ ആരവമുയർന്ന ചാലിശ്ശേരി മുലയംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഇന്നാണ്. പക്ഷേ പൂരത്തിന് മുന്നോടിയായി തലേ ദിവസം നടന്ന ആ വാണിഭ കാഴ്ചകൾ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നു. മൈതാനത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നാട്ടു നന്മയുടെ മണമുള്ള കാഴ്ചകളാണ് നമ്മെ സ്വീകരിച്ചത്. നിരത്തി വച്ചിരിക്കുന്ന പച്ചമാങ്ങകളും ചക്കകളും നാട്ടിൻപുറത്തെ പൂരങ്ങളുടെ ആ പഴയ പ്രതാപം വിളിച്ചോതുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ കൊതിയൂറുന്ന ബേക്കറി പലഹാരങ്ങളുടെ വലിയൊരു നിര തന്നെ കാണാം. പൂരത്തിന് പോയി മടങ്ങുമ്പോൾ വീട്ടുകാർക്കായി വാങ്ങുന്ന ആ മധുരപ്പൊതികൾക്ക് ഒരു പ്രത്യേക രുചിയാണ്. തൊട്ടടുത്ത് തന്നെ കുട്ടികളുടെ വർണ്ണലോകം. ആകാശം മുട്ടുന്ന ബലൂണുകളും കൗതുകം ഉണർത്തുന്ന കളിപ്പാട്ടങ്ങളും പൂരപ്പറമ്പിനെ വർണ്ണാഭമാക്കുന്നു. എന്നാൽ ഈ വർണ്ണക്കാഴ്ചകൾക്ക് പിന്നിൽ പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ വിയർപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും കഥകളുണ്ട്. പുരിവെയിലത്ത് ടാർപ്പായ വലിച്ചുകെട്ടി ആഴ്ചകളോളം വീടും നാടും ഉപേക്ഷിച്ച് ഓരോ പൂരപ്പറമ്പിലേക്കും അലയുന്നവർ. വെയിലും മഴയും സഹിച്ച് ഇവർ ഇവിടെ വിൽപ്പനയ്ക്ക് ഇരിക്കുന്നത് ഒരു വലിയ ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പടക്കാനാണ്. ഒരു ചെടിയോ ഒരു വിഗ്രഹമോ ഒരു മൺചട്ടിയോ വിൽക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ലാഭത്തിലാണ് അവരുടെ ഒരു വർഷത്തെ സ്വപ്നങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. പൂച്ചെടികൾ കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ കൃഷ്ണ വിഗ്രഹങ്ങളും മറ്റ് ശില്പങ്ങളും കാണാം. കളിമണ്ണിൽ തീർത്ത അത്ഭുതങ്ങൾ, മൺചട്ടികളും മൺകലങ്ങളും നിരനിരയായി വെച്ചിരിക്കുന്ന കാഴ്ചകൾ മനസ്സിന് ഒരു പ്രത്യേക കുളിർമ നൽകും. പാരമ്പര്യമായി ഈ തൊഴിൽ ചെയ്തു വരുന്നവർക്ക് ഇന്ന് പൂരപ്പറമ്പുകൾ മാത്രമാണ് ഏക ആശ്രയം. പ്ലാസ്റ്റിക്കിന്റെയും യന്ത്രങ്ങളുടെയും ഈ കാലത്ത് തങ്ങളുടെ കരവിരുത് ആരെങ്കിലും തിരിച്ചറിയുമെന്ന് അവർ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു. ആഘോഷങ്ങൾക്കപ്പുറം അതിജീവനത്തിന്റെ വലിയൊരു പാഠപുസ്തകം കൂടിയാണ് ഓരോ പൂരപ്പറമ്പും. ഈ കാഴ്ചകൾ കാണുമ്പോഴും സാധനങ്ങൾ വാങ്ങുമ്പോഴും ആ മുഖങ്ങളിലെ പുഞ്ചിരി കൂടി നാം കാണേണ്ടതുണ്ട്. ഇവിടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മൈതാനത്തിന്റെ ഓരോ കോണിലേക്കും കണ്ണോടിച്ചാൽ നോക്കെത്താ ദൂരത്തോളം നിരനിരയായി വിൽക്കുന്ന കച്ചവടക്കാരെ കാണാം. വെറുമൊരു കച്ചവടം അല്ല ഇത്, പൂരപ്പറമ്പിലെ ഒരു വലിയ ലോകം തന്നെയാണ്. ആൾത്തിരക്കിനിടയിലൂടെ ഈ വർണ്ണക്കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ദീർഘദൂരം മുന്നോട്ട് നടക്കാം. ഓരോ ചുവടിലും പുതിയ കാഴ്ചകളാണ്, എണ്ണിയാൽ തീരാത്തത്ര വൈവിധ്യങ്ങൾ. മൺചട്ടികൾ നിരത്തിയ തെരുവുകളിൽ നിന്ന് വിഗ്രഹങ്ങൾ മിഴി തുറക്കുന്ന ഇടങ്ങളിലേക്കും അവിടുന്ന് പൂച്ചെടികളുടെ സുഗന്ധമുള്ള നിരകളിലേക്കും ഈ യാത്ര നീളുന്നു. ആഘോഷങ്ങൾക്കപ്പുറം അതിജീവനത്തിനായി പൊരുതുന്ന ഈ മനുഷ്യരുടെ ലോകം പൂരപ്പറമ്പിന് ഒരു പ്രത്യേക ചൈതന്യം നൽകുന്നു. ഈ കാഴ്ചകൾ കണ്ടു തീർക്കാൻ ഒരു ദിവസം തന്നെ തികയാതെ വരും.
വിവിധ ഇനം നാട്ടുകാഴ്ചകൾ കണ്ട് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് പൂരപ്പറമ്പിലെ ഏറ്റവും സജീവമായ ഇടത്തിലേക്കാണ്. മത്സ്യവാണിഭം. പൂരപ്പറമ്പിൽ പലവിധം മത്സ്യങ്ങൾ നിരന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു രാജാവുണ്ട്. അതാണ് സ്രാവ്. സ്രാവില്ലാതെ എന്ത് പൂരം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത്. പൂരവാണിഭത്തിൽ മറ്റെന്ത് സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിലും സ്രാവാണ് ഇവിടുത്തെ താരം. പലതരം മീനുകൾക്കിടയിലൂടെ ഞാൻ നടക്കുകയാണ്. ജനങ്ങൾ കൂട്ടമായി എത്തുന്നു. തങ്ങൾക്കിഷ്ടപ്പെട്ട മീനുകൾ തിരഞ്ഞെടുക്കുന്നു. സ്രാവിനേക്കാൾ വില കൂടിയ പകിട്ടുള്ള മീനുകൾ വേറെയുണ്ടെങ്കിലും എല്ലാവരുടെയും കണ്ണുടക്കുന്നത് ആ സ്രാവുകളിലാണ്. പൂരത്തിന്റെ ഓർമ്മയ്ക്കായി വീട്ടിലേക്ക് മീൻ വാങ്ങുമ്പോൾ അതിൽ സ്രാവുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നവരാണ് ഭൂരിഭാഗവും. ഈ ആവേശത്തിന് പിന്നിൽ ആ മീൻ കച്ചവടക്കാരുടെ കഠിനാധ്വാനമുണ്ട്. പുലർച്ചെ ഉണക്കമുണർന്ന് ദൂരെയുള്ള ഹാർബറുകളിൽ പോയി ലേലം വിളിച്ച് ഐസ് കട്ടകൾക്കിടയിൽ പൊതിഞ്ഞ് ഈ മീനുകൾ പൂരപ്പറമ്പിൽ എത്തിക്കുന്നത് ചെറിയൊരു ജോലിയല്ല. ആ മീൻകൊട്ടകൾ ചുമലിലേറ്റി ചളിയിലും വെള്ളത്തിലും മണിക്കൂറുകളോളം നിന്ന് കച്ചവടം നടത്തുന്ന അവരുടെ ഓരോ ചില്ലിക്കാശിനും പിന്നിൽ വലിയ വിയർപ്പ് തുള്ളികളുണ്ട്. മൺപാത്രങ്ങളും കളിപ്പാട്ടങ്ങളും മധുര പലഹാരങ്ങളും പൂരപ്പറമ്പിന് നിറം നൽകുമ്പോൾ ഈ മത്സ്യവാണിഭമാണ് പൂരത്തിന്റെ യഥാർത്ഥ രുചി നിശ്ചയിക്കുന്നത്. സ്രാവ് തന്നെ രാജാവായി വാഴുന്ന ഈ പൂരവാണിഭം കണ്ടു തീർക്കുമ്പോൾ മനസ്സിനും വയറിനും ഒരുപോലെ തൃപ്തി. നമുക്കിനി മത്സ്യക്കച്ചവടക്കാരുടെ ഇടയിലൂടെ കുറച്ചു നേരം നടന്ന് ഇവിടുത്തെ കച്ചവടത്തിന്റെ രീതികൾ ഒക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് വരാം.
വട്ടത്തിലുള്ളൊരു പൊട്ടും വേണ്ട. നെറ്റിപ്പട്ടം കെട്ടും ആനയെ കാണാനൊറ്റയ്ക്കു നീയും പോകും വേണ്ട. പൊന്നനും പൂരത്തിന് പോകുന്നുണ്ടോ ഏട്ടനും കൂടെയുണ്ടേ. 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 തട്ടിത്തെറിക്കണ കമ്മലും വേണ്ട, വട്ടത്തിലുള്ളൊരു പൊട്ടും വേണ്ട. നെറ്റിപ്പട്ടം കെട്ടും ആനയെ കാണാനൊറ്റയ്ക്കു നീയും പോകും വേണ്ട. കൂടും നിന്നെ കാണുമ്പോ അറിയോ ഞാൻ നിങ്ങളെ പിന്നെ MRC വ്ളോഗ് ഡുഡൂസ് രണ്ടുപേരും വീഡിയോ ഞാൻ കാണാറുണ്ട്. നിങ്ങളെ വീഡിയോ ഒരുപാട് മുന്നേറട്ടെ. യാദൃശ്ചികമായിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? അപ്പോൾ ഞാനും വരാം നിങ്ങളുടെ കൂടെ. നമുക്കിത് ഇന്ന് 3 പേർക്കും കൂടി എടുക്കാൻ വീഡിയോ കേട്ടോ. ഞാനിവിടെ ഒലയമ്പറമ്പത്തെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ട്. ഒന്ന് ഡുഡൂസ് മീഡിയ, അതുപോലെ മറ്റൊരു സുഹൃത്ത് MRC വ്ളോഗ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ആദ്യം അവരുടെ രംഗങ്ങൾ തന്നെ അതിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അവർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരുടെ ചാനൽ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തി തരാം. നല്ല ചാനലാണ്. ഞങ്ങളുടെ പൂരപ്പറമ്പിലെ വിശേഷങ്ങളും അതുപോലെ ഭക്തിപരമായ കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ആനയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ MRC വ്ളോഗിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒക്കെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവരുടെ വീഡിയോ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഇതിനെ എത്തിക്കാൻ നോക്കാം. ഈ തൈലം എന്ന് വിളിക്കണം. അപാര കഴിവുള്ളവരെന്നാണ്, അപാര ശക്തിയുള്ളവരെന്നാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്നവരെന്നാണ്. ഈ മരുന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് പുറത്തിക്കഴിഞ്ഞാൽ എത്ര കാലപ്പഴക്കം ചെന്ന വേദപ്പഴിച്ച ആളുകളെന്ന് എങ്കിൽ ഈ തൈലം എന്ന് വിളിച്ചോ. ഈ മരുന്നിന്റെ ഗുണം, ഈ മരുന്നിന്റെ ശക്തി, ഈ മരുന്നിന്റെ പവർ ഒന്ന് മനസ്സിലാക്കാൻ. കാലിന്റെ മുട്ടിന് വേദനയുള്ള, വീണ്ടും ഞാൻ പറയുകയാണ്, കാലിന്റെ മുട്ടിന് ആർക്കെങ്കിലും വേദനയുണ്ട്, കല്ലിന്റെ മുട്ടിന് വേദനയുള്ള ആളുകളുണ്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ അടുത്തോട് വന്ന് ഈ തൈലം എന്ന് വിളിച്ചോ. എന്റെ പിതാവിനോട് ഞാൻ പഠിച്ചെടുത്ത ഈ മരുന്നും മർമ്മ ചികിത്സയും ഞാൻ നിങ്ങൾക്ക് തികച്ചും ഒരു കാരുണ്യ പ്രവർത്തനം. ഇപ്പൊ പോണ പോക്ക് പോയാൽ മതി. അതുപോലെ മത്സ്യവാണിഭത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി പൂരപ്പറമ്പിന്റെ മറ്റൊരു മൂലയിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ കണ്ടത് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. വരിവരിയായി ഇരിക്കുന്ന 100 കണക്കിന് കൈനോട്ടക്കാർ. തത്തമ്മയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന ആ പഴയ രീതി ഇന്നും ഇവിടെ ഇത്ര സജീവമാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഇത്രയധികം കൈനോട്ടക്കാർ ഇവിടെ സ്ഥിരമായി എത്തുന്നുണ്ടെങ്കിൽ സ്വന്തം ഭാവി അറിയാൻ എത്രയോ പേർ ഇവരെ സമീപിക്കുന്നുണ്ടാകാം. വിശ്വാസങ്ങൾക്കും അപ്പുറം പൂരപ്പറമ്പിലെ ഒരു വേറിട്ട സംസ്കാരം തന്നെയായി ഈ കാഴ്ച മാറിയിരിക്കുന്നു. ഈ തിരക്കുകൾക്കിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എൻ്റെ 3 വ്ളോഗർ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയത്. ഒരേ ലക്ഷ്യത്തോടെ, ഒരേ ആവേശത്തോടെ ക്യാമറയുമായി പൂരപ്പറമ്പിലൂടെ ഓടി നടക്കുന്നവർ. അവരോടൊപ്പം കുറച്ചുനേരം വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ പൂരത്തിന്റെ ആവേശം ഇരട്ടിയായി.
ആ സൗഹൃദ നിമിഷങ്ങൾക്കും പൂരത്തിന്റെ മനോഹരമായ ഈ വാണിഭ കാഴ്ചകൾക്കും സാക്ഷിയായിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ മൈതാനത്തോട് വിട പറയുകയാണ്. നാളെ പൂരം അവസാനിക്കുമ്പോൾ ഈ കാഴ്ചകളൊക്കെയും ഒരു മധുരമുള്ള ഓർമ്മയായി മാറും. അതിജീവനത്തിനായി പൊരുതുന്ന കച്ചവടക്കാരും ഭാവി പ്രവചിക്കുന്ന തത്തമ്മകളും സൗഹൃദങ്ങളും ചേർന്ന ഈ പൂരവാണിഭം എന്നും സ്മരിക്കപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോവാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായി വരുന്നതുവരേക്കും നന്ദി. കണ്ണസ്രാവ് 500 ചായശേരിക്ക് മാത്രം സ്പെഷ്യലാക്കാം. ചായശേരിക്ക് മാത്രമല്ല. കാക്കത്തരി 9 സ്രാവ് ഉണ്ട് കേട്ടോ. അവല് 800. ഇത് വറ്റ. അവല് എണ്ണോ? ഇത് വറ്റ. ഏട്ടാ വലിയ ഏട്ടാ.